ഓരോ ദൈവമക്കളും കർത്താവിൻ്റെ അളവറ്റ സ്നേഹം അനുഭവിച്ച് വേണം ഓരോ ദിവസവും ജീവിപ്പാൻ. കാരണം കർത്താവ് നമ്മളെ അത്യധികമായി സ്നേഹിക്കുന്നു. എഫെസ്യ ലേഖനത്തിൽ ധന്യനായ പൗലോസ് 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. ഇവിടെ പൗലോസ് പറയുകയാണ്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. നാം അവനെ അറിയാതിരിക്കെ അവൻ നമ്മെ സ്നേഹിച്ച, അതാണ് ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ ആഴം. നമ്മൾ യേശുവിനെ അറിഞ്ഞില്ല, പക്ഷെ യേശു നമ്മളെ സ്നേഹിച്ചു. മഹാസ്നേഹം. ഇനി അതിന് താഴെ ഒരു വാക്യം കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. 6-ാമത്തെ വാക്യമാണ്, ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ. അപ്പോൾ 2 പദങ്ങളുണ്ട്. ഒന്ന് മഹാസ്നേഹം, 2 ദൈവത്തിന്റെ വാത്സല്യം. ആ വാത്സല്യത്തിൽ ചെയ്ത കാര്യങ്ങൾ ശ്രദ്ധിച്ചേ. അതിക്രമങ്ങളാൽ മരിച്ചിരുന്ന നമ്മെ ജീവിപ്പിച്ചു. അടുത്ത പദം നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അടുത്ത പദം നമ്മെ സ്വർഗത്തിലിരുത്തി. ആത്മീക ജീവിതത്തിന്റെ 3 അനുഭവങ്ങളാണ്. ഒരിക്കലും നമുക്ക് ഈ കർത്താവിലേക്ക് വരാൻ പറ്റത്തില്ല, പക്ഷെ ദൈവത്തിന്റെ ആ മഹാസ്നേഹം, ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ വാത്സല്യം, സ്തോത്രം, അതാണ് നമുക്ക് ഈ കൃപയിലേക്ക് വരാനുള്ള ഭാഗ്യം ദൈവം തന്നത്. കേട്ടോ, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു, ഉയർത്തെഴുന്നേൽപ്പിച്ചു. അടുത്ത വാക്യത്തിലുണ്ട്, ക്രിസ്തുവേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 7-ാമത്തെ വാക്യം, സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, സ്തോത്രം, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ഇരുത്തി. അവർ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും ഓർക്കണം, ഇതിനൊന്നും നിങ്ങൾ യോഗ്യരല്ലായിരുന്നു. കരുണാസമ്പന്നനായ ദൈവത്തിന്റെ മഹാസ്നേഹം നിമിത്തം നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ, യേശുവിനോടുകൂടെ ജീവിക്കുവാൻ, യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുവാൻ, യേശുവിനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുവാൻ ഒക്കെയുള്ള വലിയ ഭാഗ്യം കർത്താവ് തന്നു. സ്തോത്രം. അതുകൊണ്ട് ഒരു ദൈവമൈതനെ സംബന്ധിച്ച് അവൻ ഈ ഭൂമി ജീവിക്കുമ്പോൾ ഒരു സ്വർഗീയ പൗരനായി ജീവിക്കുക, സ്വർഗീയ ദാനങ്ങൾ ആസ്വദിച്ച് ജീവിക്കുക. സ്തോത്രം. അതെല്ലാം അവൻ അനുഭവിക്കാൻ പറ്റുന്നത് യേശുക്രിസ്തുവിന്റെ മഹാകരുണയാണ്. നമുക്ക് ഒന്നിച്ചു പറയാം, ഈ കൃപ അനുഭവിച്ച് ജീവിക്കാൻ ഓരോ ദിവസവും ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് കരുണാസമ്പന്നനായ ദൈവത്തിന്റെ മഹാസ്നേഹം, അങ്ങയുടെ വാത്സല്യത്താൽ ഞങ്ങൾക്ക് ജീവിക്കാനും, ഹല്ലേലൂയ ഹല്ലേലൂയ ആമീൻ, കർത്താവിന്റെ കൃപയെ അനുഭവിപ്പാനും തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആ കർത്താവിന്റെ സ്നേഹത്തിൽ നിറയാം. ഗോഡ് ബ്ലെസ് യു.